ഹലോ ഹായ് എല്ലാവർക്കും ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ ഹൈലൈറ്റ്സ് ആണ് ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ടെലിവിഷൻ. അപ്പൊ ടെലിവിഷനിലുള്ള എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടാനായിട്ട് പോവുകയാണ്. സോ ആദ്യം എന്താണ് ലൂമിനൻസ് എന്ന് നോക്കാം. ലൂമിനൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രൈറ്റ്നെസിന്റെ ഒരു സയന്റിഫിക് ക്വാന്റിഫിക്കേഷൻ ആണ് എന്ത് ലൂമിനൻസ് എന്ന് പറയുന്നത്. ബ്രൈറ്റ്നെസിന്റെ സയന്റിഫിക് ക്വാന്റിഫിക്കേഷൻ ആണ് ഏത് ലൂമിനൻസ് എന്ന് പറയുന്നത്. അപ്പൊ ലൂമിനൻസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇലൂമിനൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ലൂമിനൻസ് എന്ന് പറഞ്ഞിട്ട് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എമിറ്റഡ്. എത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്, എത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്, എത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫ്രം എ സ്പെസിഫിക് സർഫസ് ഇൻ എ ഗിവൺ ഡയറക്ഷൻ. അത് മെഷർ ചെയ്യുന്ന സയന്റിഫിക് ക്വാന്റിഫിക്കേഷൻ ആണ് ലൂമിനൻസ് എന്ന് പറയുന്നത്. ഇൻ പ്രാക്ടിക്കൽ ടേംസ് ഇറ്റ് ടെൽസ് യു എക്സാക്ട്ലി ഹൗ ബ്രൈറ്റ് ആൻ ഒബ്ജക്ട് ഓർ ലൈറ്റ് സോഴ്സ് വിൽ അപ്പിയർ ടു ദ ഹ്യൂമൻ ഐ. അപ്പൊ നമ്മൾ പറയാറില്ല ഇത്രയും ബ്രൈറ്റ്നെസ് ഉള്ള സാധനമാണ്, ആ ബ്രൈറ്റ്നെസിന്റെ മെഷർമെന്റ് ആണ് ലൂമിനൻസ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് കാൻഡില പെർ സ്ക്വയർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. കാൻഡില പെർ സ്ക്വയർ മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ലൂമിനൻസും അതുപോലെ തന്നെ ഇലൂമിനൻസും. നമുക്കറിയാം എന്ത് കാര്യം നമ്മൾ പഠിക്കുമ്പോഴും കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മുടെ ബ്രെയിനിൽ നിൽക്കും. അപ്പൊ നമുക്ക് കമ്പാരിസൺ നോക്കാം. ഇലൂമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസിൽ വീഴുന്ന ലൈറ്റിനെ നമ്മൾ പറയുന്നതാണ്, അത് ലെക്സിലാണ് മെഷർ ചെയ്യുന്നത്. ലൂമിനൻസ് എന്ന് പറയുമ്പോൾ ദ ലൈറ്റ് ബൗൺസിങ് ഓഫ് ഓർ എമിറ്റിംഗ് ഫ്രം ദ സർഫസ്. അതായത് നോക്കിക്കേ, ഈ ഒരു വെളിച്ചത്തിന് നമ്മൾ ലൂമിനൻസ് എത്രമാത്രം ബ്രൈറ്റ്നെസ് വരുന്നുണ്ട് അത് ലൂമിനൻസും, എത്രമാത്രം താഴെ ആ സർഫസിൽ തട്ടുന്നുണ്ട് അത് ഇലൂമിനൻസുമാണ്. സോ ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ടോട്ടൽ ലൂമിനസ് ഫ്ലക്സ് ഇൻസിഡന്റ് ഓൺ എ സർഫസ് പെർ യൂണിറ്റ് ഏരിയ. ടോട്ടൽ ലൂമിനസ് ഫ്ലക്സ് ഇൻസിഡന്റ് ഓൺ എ സർഫസ് പെർ യൂണിറ്റ് ഏരിയ ഈസ് ആൻ ഇലൂമിനൻസ്. ഓക്കെ, ഇനി ലൂമിനൻസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ലീവിംഗ് എ സർഫസ് അല്ലെ, ലൂമിനസ് ഇന്റൻസിറ്റി എമിറ്റഡ് ഓർ റിഫ്ലക്റ്റഡ് ഓഫ് എ സർഫസ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ. ഇനി അതിന്റെ പെർസെപ്ഷൻ ലൈറ്റ് ഹിറ്റിംഗ് എ ഡെസ്ക് ഓൺ ദ ഫ്ലോർ. അപ്പൊ എവിടെയാണോ ഹിറ്റ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലൂമിനൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിഷ്വൽ ബ്രൈറ്റ്നസ് പെർസീവ്ഡ് ബൈ യുവർ ഐസ് ഓ ക്യാമറ. അതിന്റെ ബ്രൈറ്റ്നസിനെ നമ്മൾ ലൂമിനൻസ് എന്ന് പറയുന്നത്. വാട്ട് എഫക്ട് ഇറ്റ് സോഴ്സ് ബ്രൈറ്റ്നസ് ആൻഡ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദ സർഫസ്. സോഴ്സ് ബ്രൈറ്റ്നസ് ആണ്. അപ്പൊ ഇലൂമിനൻസ് പ്ലസ് ദ മെറ്റീരിയൽസ് റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടീസ്. സർഫസ് ഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഇലൂമിനൻസ് ഇൻഡിപെൻഡന്റ് ആണ്. സെയിം ലൈറ്റ് ഫോൾസ് വെദർ ദ സർഫസ് ഈസ് വൈറ്റ്, ബ്ലാക്ക്, ഗ്ലോസി ഓർ റഫ്. എൻറ്റയർ ഡിപെൻഡ് ഓൺ വ്യൂവിംഗ് ആംഗിൾ ആൻഡ് സർഫസ് നേച്ചർ. അപ്പൊ ലൂമിനൻസ് എന്ന് പറയുന്നത് ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, ഇലൂമിനൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. ഇതിന്റെ യൂണിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ലെക്സ് അല്ലെങ്കിൽ ഫുൾ കാൻഡിൽ ആണ് ഇലൂമിനൻസിന്റെ യൂണിറ്റ്. കാൻഡിൽ പെർ സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ നിറ്റ്സ് എന്നുള്ളതാണ് ലൂമിനൻസിന്റെ യൂണിറ്റ്. ഹൗ ടു മെഷർ ലെക്സ് മീറ്റർ പ്ലേസ്ഡ് ഓൺ ദ ഫ്ലാറ്റ് ഓൺ ദ സർഫസ്, ലൂമിനൻസ് മീറ്റർ പോയിന്റ് അറ്റ് ദ സർഫസ് ഫ്രം എ ഡിസ്റ്റൻസ്. അങ്ങനെയാണത് മെഷർ ചെയ്യപ്പെടുന്നത് കേട്ടോ. അടുത്തത് ക്രോമിനൻസ് ആണ്. ഈ ക്രോമിനൻസിനെ നമ്മൾ ക്രോമ എന്നും വിളിക്കാറുണ്ട്. ഇസ് ദ കളർ ഇൻഫോർമേഷൻ ഇൻ എൻ ഇമേജ്. അതായത് ഒരു ഇമേജ് അല്ലെങ്കിൽ വീഡിയോ സിഗ്നലിലെ കളർ ഇൻഫോർമേഷൻ ആണ് ക്രോമിനൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എത്രമാത്രം ഇപ്പൊ നമ്മളൊരു ഫോട്ടോ അത് എഡിറ്റ് ചെയ്യുന്നു, ഹ്യൂവും അതുപോലെ തന്നെ സാച്ചുറേഷൻ ഒക്കെ ഇട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ദാറ്റ്സ് എന്താണ് അതിന്റെ പെക്യുലാരിറ്റീസ് ആണ്, ഒരു പിക്ചറിന്റെ എന്താ പറയാ പ്രോപ്പർട്ടീസ് ആണ് അല്ലെ. ഇറ്റ് ഡിഫൈൻസ് വാട്ട് ദ കളർ ഈസ്, ഹൗ ഇന്റൻസ് ഇറ്റ് അപ്പിയേഴ്സ്. എന്താണ് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിന്റെ കളർ എങ്ങനെയാണ്, എത്രമാത്രം ഇന്റൻസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റിംഗ് കളർ ഡേറ്റ, ഹ്യൂ, സാച്ചുറേഷൻ ഫ്രം ദ ബ്രൈറ്റ്നസ്. സോ അതാണ് എന്ത് ലൂമിനൻസ് അല്ലെങ്കിൽ ക്രോമിനൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഹ്യൂ, അതായത് ആക്ച്വൽ കളർ ഫാമിലി റെഡ്, ബ്ലൂ, ഗ്രീൻ. നിങ്ങൾ ഒരു പിക്ചറിൽ ഒരു ഹ്യൂ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഹ്യൂവിന്റെ ഇന്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്ലൂ കളർ ആയിരിക്കും കിട്ടുക. അതുപോലെ സാച്ചുറേഷന്റെ ഇന്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ആ കളേഴ്സ്, ഇപ്പൊ ഒരു ലൈറ്റ്, ഇപ്പൊ നമ്മുടെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് ആണെങ്കിൽ ഡാർക്ക് ബ്രൗൺ ആവും, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണെങ്കിൽ ഡാർക്ക് ഗ്രീൻ. ആ ഒരു ഡാർക്ക് കളേഴ്സിലേക്ക് അതിന്റെ കളറിന്റെ ഇന്റൻസിറ്റി കൂട്ടുന്നത് സാച്ചുറേഷനും, ആ ആക്ച്വൽ കളർ ഫാമിലിയാണ് ഹ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാനുണ്ട്. ഹ്യൂ എന്താണ്, സാച്ചുറേഷൻ എന്താണ്. അതായത് ഇൻ RGB മോഡൽ ഓഫ് കളേഴ്സ് a specific color is uniquely given by 3 attributes of the color. അപ്പോ ഒരു കളർ എന്ന് പറയുമ്പോൾ മൂന്ന് attributes ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് hue, സെക്കൻഡ് വൺ ഈസ് saturation and the value. Hue refers to a specific base tone of a color. Hue എന്ന് പറയുന്നത് ഒരു ടോൺ, ആ കളറിന്റെ ബേസിക് ടോണിനെ നമ്മൾ hue എന്ന് പറയും.
അപ്പൊ ഹ്യൂ റിഫേഴ്സ് ടു എ സ്പെസിഫിക് ബേസ് ടോൺ ഓഫ് കളർ അല്ലെ, ഒരു സ്പെസിഫിക് ബേസിക് ടോണിനെ നമ്മൾ ഹ്യൂ എന്ന് പറയാം. അല്ലെങ്കിൽ അതിന്റെ റൂട്ട് കളർ എന്താണ്, അതിനെ നമ്മൾ ഹ്യൂ എന്ന് പറയാം. ഇൻ റഫ് ഡെഫിനിഷൻ ക്യാൻ ബി കൺസിഡർഡ് ആസ് ദ മെയിൻ കളേഴ്സ് ഇൻ ദി റെയിൻബോ. റെയിൻബോയിലുള്ള മെയിൻ കളേഴ്സ് ഒക്കെ ഹ്യൂ ആണ് അല്ലെ. ഫോർ എക്സാമ്പിൾ ബ്ലൂ ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഹ്യൂ, ബട്ട് വിത്തിൻ ദ അഡീഷൻ ഓഫ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ മെനി കളേഴ്സ് ക്യാൻ ബി ക്രിയേറ്റഡ്. പ്രൂഷ്യൻ ബ്ലൂ, നേവി ബ്ലൂ ആൻഡ് റോയൽ ബ്ലൂ ആർ ദ some commonly known colors of blue. Okay, അതാണ് ഞാൻ പറഞ്ഞത്. ഹ്യൂ നിങ്ങൾ ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോയിൽ നിങ്ങൾ എഫക്റ്റ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഹ്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റോയൽ ബ്ലൂ ആ ഒരു കളറിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഹ്യൂ സ്പെക്ട്രം ഹാസ് 3 പ്രൈമറി കളേഴ്സ്, 3 സെക്കൻഡറി കളേഴ്സ് ആൻഡ് ടെർഷറി കളേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ സാച്ചുറേഷൻ. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഹ്യൂ ഇൻക്ലൂഡഡ് ഇൻ ദ കളർ. അറ്റ് മാക്സിമം സാച്ചുറേഷൻ ദ കളർ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ദ ഹ്യൂ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് നോ ഗ്രീൻ. അതായത് സാച്ചുറേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ആ റൂട്ട് കളേഴ്സ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട് ബ്ലാക്ക്, ഈ ബ്ലാക്കിന്റെ മാക്സിമം ഇന്റൻസിറ്റിയിലായിരിക്കും സാച്ചുറേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ വരിക. അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതെല്ലാം ഇപ്പൊ നിങ്ങൾ ഇവിടെ യെല്ലോ കാണുന്നുണ്ട്, ആ യെല്ലോ അത്രയും ഇന്റൻസിറ്റി കൂട്ടിയിട്ടായിരിക്കും അതിൽ കാണുക. സോ അതാണ് സാച്ചുറേഷൻ. ഹൗ പ്യുവർ ദ ഹ്യൂ ഈസ്, എത്രമാത്രം ആ കളറിന്റെ ഇന്റൻസിറ്റി കൂട്ടാൻ പറ്റുമോ അതിനെ നമ്മൾ ഈ സാച്ചുറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. 0% സാച്ചുറേഷൻ ഈസ് ഓൾവേസ് ബ്ലാക്ക് വൈൽ 100% സാച്ചുറേഷൻ ഈസ് എ പ്യുവർ ബേസ് ഹ്യൂ. ഓക്കെ, ദ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഓഫ് ദ കളർ പുട്ട് ടുഗദർ ഈസ് നോൺ ആസ് ദ ക്രോമിനൻസ്. അപ്പൊ ഹ്യൂവും സാച്ചുറേഷനും ഉള്ള ഒരു കളറിന് നമ്മൾ പറയുന്നത് ക്രോമിനൻസ് എന്നാണ്. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ദ ബ്രൈറ്റ്നസ് ഇൻഫോർമേഷൻ. അതൊരു ബ്രൈറ്റ്നസിന്റെ ഇൻഫോർമേഷൻ അല്ല, അത് റൂട്ട് കളേഴ്സ് ആണ് അല്ലെ. ക്രോമിനൻസ് ഈസ് ഓൾസോ കോൾഡ് ക്രോമ എന്നും പറയാറുണ്ട് എന്ന് നമ്മളിപ്പോ പറഞ്ഞു. അടുത്തത് ടി വി കോമ്പാറ്റബിലിറ്റി ആണ്. അപ്പൊ കമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ കോമ്പാറ്റബിലിറ്റി ഇൻ ടെലിവിഷൻ റിഫേഴ്സ് ടു എ സിസ്റ്റം എബിലിറ്റി ടു അലൗ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെലിവിഷൻ റിസീവേഴ്സ്. അതായത് ഇപ്പൊ ഒരു കളർ ടി വി കാണുന്നതിൽ it's also compatible to the black and white. അതായത് black and white നമുക്ക് കാണാനായിട്ട് പറ്റും. So it's different types of, it allows the different types of television receivers എന്നുള്ളതാണ്. Display the same broadcast signal without requiring any modification. Black and white പടമാണെങ്കിൽ അത് കളർ ആയിട്ടല്ല നമ്മുടെ ടിവിയിൽ കാണാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെയാണ് അല്ലെ. സോ അതന്നെയാണ് നമ്മുടെ ടി വി കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്. രണ്ട് ടൈപ്സ് ഓഫ് കമ്പാറ്റബിലിറ്റി ആണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഫോർവേഡ് കമ്പാറ്റബിലിറ്റിയും രണ്ടാമത്തെ റിവേഴ്സ് കമ്പാറ്റബിലിറ്റിയും ആണ് കേട്ടോ. ഈ ഫോർവേഡ് കമ്പാറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ കളർ ടെലിവിഷൻ സിഗ്നൽ ട്രാൻസ്മിറ്റ് seamlessly and is received properly as normal black and white picture and older monochrome television. In a newer color television can successfully receive and display standard black and white color in monochrome. അതാണ് forward compatibility and this is the reverse അല്ലെങ്കിൽ backward അല്ലെങ്കിൽ compatibility എന്ന് പറയുന്നത്. ഇനി മിക്സിംഗ് കളേഴ്സ് ആണ്. മിക്സിംഗ് കളേഴ്സിൽ നമുക്ക് അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അഡിറ്റീവ് കളർ മിക്സിംഗ് occurs when the colored light are projected and layered together. This process starts with the total darkness and build up brightness as more light wavelengths are added to the mix. Primary colors എന്ന് പറയുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ് primary colors. How it works? As you add more color light beams, resulting color become lighter and brighter. അതായത് എന്താണ്, അതായത് RGB ആഡ് ചെയ്യാം, റെഡ് ഗ്രീനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലൈറ്റ് കളർ ആയിട്ടുള്ള യെല്ലോ ആണ്. ഗ്രീനും ബ്ലൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതാണ്? സിയാൻ ആണ്, സിയാൻ. അതുപോലെ തന്നെ ബ്ലൂവും റെഡും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിന്റെ ലൈറ്റ് ആയിട്ടുള്ള മജന്തയാണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കൂടി കിട്ടുന്നത് വൈറ്റ് ലൈറ്റ് ആണ്. സോ അപ്പോ as you add more light beams, resulting color എന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ ലൈറ്റർ അല്ലെങ്കിൽ ബ്രൈറ്റർ ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ് അഡീഷണലി സംഭവിക്കുന്നത്. എന്നാൽ കമ്മിങ് ടു സബ്സ്ട്രാക്ഷൻ, എത്ര കളേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യുന്നതോ എന്താണ് റിസൾട്ട്? മഡർ അല്ലെങ്കിൽ ഡാർക്കർ ആവുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രൈമറി കളേഴ്സ്. അവിടെ നമ്മൾ RGB എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ CMV ആണ്, സിയാൻ, മജന്ത ആൻഡ് യെല്ലോ ആണ്. അപ്പൊ സിയാനും യെല്ലോയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഗ്രീൻ കിട്ടുന്നു, യെല്ലോയും മജന്തയും കൂടി ആഡ് ചെയ്യുമ്പോൾ റെഡ് കിട്ടുന്നു, മജന്തയും സിയാനും കൂടി ആഡ് ചെയ്യുമ്പോൾ ബ്ലൂ കിട്ടുന്നു, സിയാൻ പ്ലസ് മജന്ത പ്ലസ് യെല്ലോ ആഡ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി കമ്പാരിസൺ ഓഫ് കളർ മിക്സിംഗ് സിസ്റ്റം ആണ്. ഇതിൽ അഡിറ്റീവ് കളർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ കമ്പാരിസൺ നമ്മൾ നോക്കുന്നത് മീഡിയം എങ്ങനെയാണ്? എമിറ്റഡ് ലൈറ്റ് ആണ് ഇതിന്റെ മീഡിയം. ഈ സബ്സ്ട്രാക്റ്റീവ് കളറിൽ ഫിസിക്കൽ പിഗ്മെന്റ്സ് ആണ്. പ്രൈമറീസ് എന്ന് പറയുന്നത് നമ്മൾ RGB ആണ്, ഇവിടെ CMY ആണ്. മിക്സിംഗ് റിസൾട്ട് എന്താണ്? വൈറ്റ് ആവുക ചെയ്യുന്നത്, എന്നാൽ സബ്സ്ട്രാക്റ്റീവ് നമുക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ മഡി കളർ ആവുക ചെയ്യുന്നത്. കോമൺ യൂസസ് നമ്മൾ മോണിറ്റർ, ഫോൺ, LEDസിലൊക്കെ യൂസ് ചെയ്യുന്നു. ഇവിടെ സബ്സ്ട്രാക്റ്റീവ് കളറിൽ പെയിന്റിംഗ് അല്ലെങ്കിൽ പ്രിന്റിംഗിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അടുത്തത് കളർ ടെലിവിഷൻ ആണ്. അപ്പൊ നമ്മൾ കളേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ കഴിഞ്ഞ് കമ്മിങ് ടു കളർ ടെലിവിഷൻ. അപ്പൊ നമുക്ക് അറിയാം ഇലക്ട്രിക്കൽ സിഗ്നൽസ്, അതായത് ലൈറ്റ് ഫ്രം എ സീൻ ദാറ്റ് ട്രാൻസ്ലേറ്റ് ദ ഇലക്ട്രിക്കൽ സിഗ്നൽ ഫോർ റെഡ് ഗ്രീൻ ബ്ലൂ. പ്രൈമറി കളേഴ്സ് അവിടെ റെഡ് ഗ്രീൻ ബ്ലൂ തന്നെയാണ്. മോഡേൺ സിസ്റ്റം യൂസ് അഡ്വാൻസ് സോളിഡ് സ്റ്റേറ്റ് സെൻസേഴ്സ് വൈൽ വിൻഡേജ് അനലോഗ് ക്യാമറ യൂസ് വാക്യൂം ട്യൂബ്സ് ആൻഡ് ഒപ്റ്റിക്കൽ പ്രിസംസ് ടു സെപ്പറേറ്റ് ദീസ് കളേഴ്സ് ഫോർ ദ ട്രാൻസ്മിഷൻ. അതായത് നോക്കിക്കേ, ലൈറ്റ് ഫ്രം ദ സീൻ വരുന്നുണ്ട് അല്ലേ, എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, റെഡ് ലൈറ്റ് കളർ ഫിറ്ററിൽ റെഡ് ക്യാമറയിൽ കൊടുക്കുന്നു, ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ക്യാമറ ആൻഡ് ബ്ലൂ ലൈറ്റ് ഫ്രം ത്രൂ ദ ബ്ലൂ ക്യാമറ ആൻഡ് വീഡിയോ പ്രീ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമുക്ക് സിഗ്നൽ വോൾട്ടേജ് ഇവിടെ കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ കളർ ടെലിവിഷൻ. ആൻഡ് കമ്മിങ് ടു ദ കോർ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ, പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് ക്യാമറ ഓപ്പറേറ്റ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എനി വിസിബിൾ കളർ ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ മിക്സിംഗ് റെഡ് ഗ്രീൻ ബ്ലൂ. അതായത് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഏത് കളറും ഏത് വിസിബിൾ കളറും ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ മിക്സിംഗ് എന്താണ്, റെഡ് ഗ്രീൻ ബ്ലൂ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രിൻസിപ്പിൾ ആണ് കളർ ടെലിവിഷൻ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ലൈറ്റ് സ്പ്ലിറ്റിംഗ്. ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസ് ടേക്സ് ഇൻ ലൈറ്റ് വിച്ച് ഇസ് ദെൻ, നമ്മൾ കണ്ടു അല്ലെ, അതായത് റെഡിലൂടെ പോകുന്നു, റെഡ് ക്യാമറയിലൂടെ പോകുന്നു, ഗ്രീൻ ക്യാമറയിലൂടെ പോകുന്നു, ബ്ലൂ ക്യാമറയിലൂടെ പോകുന്നു. ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസ് ടേക്സ് ദ ലൈറ്റ് which then split into 3 separate beams split using dichroic mirrors and prism. So these specialized mirrors let certain wavelength pass through the white reflecting others. ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് കഴിഞ്ഞതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും പറയേണ്ട കാര്യമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാണ്. സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു ആൻഡ് ദേ ആർ CCD. CCD എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജ് കപ്പിൾ ഡിവൈസസ് ചോദിക്കാറുണ്ട്. CCD ചാർജ് കപ്പിൾ ഡിവൈസസ് ആൻഡ് CMOS അല്ലെ, കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമികണ്ടക്ടർ സെൻസേഴ്സ്. These sensors convert light intensity into the voltages ഒക്കെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ കോർ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലൈറ്റ് സ്പ്ലിറ്റിംഗ് ആൻഡ് സിഗ്നൽ ജനറേഷൻ ആണ്. ഇനി കമ്മിങ് ടു ദ ടെലിവിഷൻ എൻകോഡിംഗ് സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. NTSC എന്താണ്, പാൽ എന്താണ്, SCCAM അല്ലെ എന്താണ്. NTSC എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മൂന്നും എന്താണ്, പ്രൈമറി അനലോഗ് കളർ ടെലിവിഷൻ എൻകോഡിംഗ് സിസ്റ്റം ആണ്, ടെലിവിഷൻ എൻകോഡിംഗ് സിസ്റ്റം ആണ്. അതിൽ NTSC എന്ന് പറയുമ്പോൾ നാഷണൽ ടെലിവിഷൻ സിസ്റ്റം കമ്മിറ്റി. It encode both color components simultaneously. And PAL എന്ന് പറയുമ്പോൾ എന്താണ്, phase alternating line, that is developed in Germany. PAL അല്ലെ, PAL automatically correct for color phase errors by inverting the color subcarrier phase and alternating lines. And CCAM എന്താണ്, കളർ ഇൻഫോർമേഷൻ സീക്വൻലി കളർ, അതൊരു ഫ്രഞ്ച് വേർഡ് ആണ്, ഇതിന്റെ ഒരു ഫുൾ ഫോം ആയിട്ട് വരുന്നത് കേട്ടോ. സീക്വൻഷ്യൽ ക്യാമറ എന്നുള്ളതൊക്കെയാണ് വരുന്നത്. rather than simultaneously utilizing frequency modulation through color shifting over long distance. And coming to the comparison of NTSC, PAL and CCAM are developed ചെയ്ത് NTSC US ൽ നമ്മൾ പറഞ്ഞല്ലോ, CCAM ഫ്രാൻസിലാണ്, PAL and യൂറോപ്പ് ആണ്. number of lines 525 lines, 625 lines both for PAL and CCAM. frames per second 60 ആണ്. ഇത് കുറവാണ് അല്ലെ, PAലും CCAMനും നോക്കുമ്പോൾ കുറവാണ്. സബ് കാരിയർ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്, കളർ ബേസ്റ്റ് കൊടുത്തിട്ടുണ്ട്, വേരിയൻസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡിയോ മിക്സിംഗ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളത് NTSC-ലാണ്. ഇനി കമ്മിങ് ടു ദ ഡിലേ പാൾ. ഡിലേ പാൾ മീൻസ് ഡിലേ ലൈൻ ഫേസ് ഓൾട്ടർനേറ്റിംഗ് ലൈൻ ഇസ് ദ മോസ്റ്റ് വൈഡ്ലി അഡോപ്റ്റഡ് അനലോഗ് കളർ ടെലിവിഷൻ ഡീകോഡിംഗ് സ്റ്റാൻഡേർഡ്. famously engineered to automatically eliminate the color distortion. അപ്പൊ കളറിൽ എന്തെങ്കിലും ഡിസ്റ്റോർഷൻ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിലേ ലൈൻ എന്താണ്, ഫേസ് ഓൾട്ടർനേറ്റിംഗ് ലൈൻ അല്ലെങ്കിൽ ടെലിവിഷൻ എൻകോഡിംഗ് സിസ്റ്റം ആണ് PALD എന്ന് പറയുന്നത്. ഇതിന്റെ ഡിലേ ലൈൻ 64 മൈക്രോ സെക്കൻഡ് സ്പെഷ്യലൈസ്ഡ് ഫിസിക്കൽ ഡിലേ ലൈൻ ടു സ്റ്റോർ ദ സിംഗിൾ ലൈൻ ഓഫ് വീഡിയോ. Electronic averaging combine the store line with the incoming line video to the average out phase errors. Hue cancellation automatically cancel out color shifting distortions ഒക്കെ cancel ചെയ്യുന്നുണ്ട്. U and V separation ഏതിൽ നടക്കുന്നുണ്ട്, PALD ൽ നടക്കുന്നുണ്ട് കേട്ടോ. And primary specification എത്ര സെക്കൻഡ്സ് ആണ്, 6 to 5 lines per frame ആണ് അല്ലെ. റെഡ് ഗ്രീൻ ബ്ലൂ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെട്രിക്സ് യൂണിറ്റ്, ഓറഞ്ച് സിയാൻ, ബ്ലൂ, ഗ്രീൻ, മജന്ത, ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. സബ് കാരിയർ ജനറേറ്റർ മോഡുലേറ്റ് ചെയ്യപ്പെടുന്നു, ആഡ് ചെയ്യപ്പെടുന്നു, ദെൻ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ടെമ്പറൽ ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത് 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ 50 ഹെർട്സ് സ്പീഡ്സ് ആണ് വരുന്നത്. ഇനി കളർ മോഡുലേഷൻ ഏതാണ്, QAM അഥവാ ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോ ഫിസിക്കൽ പ്രൈമറി സ്പെസിഫിക്കേഷനിൽ ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ് വരുന്നത്.
അടുത്തത് Paldi color TV receiver. A Paldi color TV receiver is an analog television set equipped with a delay line prominence decoder designed to process 625 line and 25 frame per second PAL broadcast signals while automatically correcting the hearers. ഇതിലെ ബ്ലോക്ക് ഡയഗ്രത്തിൽ വരുന്ന ട്യൂണർ വരുന്നുണ്ട്, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി വരുന്നുണ്ട്, വീഡിയോ ഡിറ്റക്ടർ വരുന്നുണ്ട്, ലൂമിനൻസ് ചാനൽസ് വരുന്നുണ്ട് അല്ലെ, ബ്രൈറ്റ്നസ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രോമ ബാൻഡ് പാസ് ആംപ്ലിഫയർ വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് പാൽഡി ഡിലേ ലൈൻ വരുന്നുണ്ട്, അതായത് ക്രോമ സിഗ്നൽസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെട്രിക് സർക്യൂട്ട് വരുന്നുണ്ട്, കമ്പൈൻഡ് ഡിലേ ആൻഡ് ഡയറക്ട് സിഗ്നൽസ് ടു പെർഫെക്റ്റ്ലി യു ആൻഡ് വി, അതായത് യു എന്ന് പറയുമ്പോൾ ബ്ലൂ റെഡ്, വി എന്ന് പറയുമ്പോൾ റെഡ് യെല്ലോ കമ്പോണൻസ്, സിൻക്രണസ് ഡിമോഡുലേറ്റർ RGB അഥവാ റെഡ് ഗ്രീൻ ബ്ലൂ മെട്രിക്സ് ആൻഡ് ഔട്ട്പുട്ട് ആണ് ഇതിൽ വരുന്നത്. ആൻഡ് കമ്മിങ് ടു ദ സാറ്റലൈറ്റ് റിസീവിംഗ് സിസ്റ്റം, ഒരു സാറ്റലൈറ്റ് TV റിസീവിംഗ് സിസ്റ്റം ക്യാപ്ചേഴ്സ് വീക്ക് മൈക്രോവേവ് സിഗ്നൽസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദ ജിയോ സ്റ്റേഷനറി സിഗ്നൽസ്, അതായത് വീക്ക് മൈക്രോവേവ് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് ടെലിവിഷൻ ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലെ. ഇതില് പാരാബോളിക് ഡിഷ് എന്ന് പറയുന്ന ഒരു റിഫ്ലക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. The LNB boost and down convert the signal. FEC correct stream errors, so your set-top box can process the data. So ഇതാണ് അതിന്റെ പിക്ചറൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു ദ കീ സിസ്റ്റം കമ്പോണൻസ്, ആദ്യം ആന്റിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഫംഗ്ഷൻ എന്താണ്? ഫീച്ചർ എ curved parabolic shape designed to intercept and concentrate signals coming from deep space. Operation, it works like an optical lens bouncing the incredibly widespread weak signals from the atmosphere into single, അതായത് നമുക്കറിയാം സിഗ്നൽസിന് ഒറിജിനൽ സൗണ്ട് സ്റ്റേഷൻ റിസീവർ ആൻഡ് റിസീവ് ആൻഡ് ട്രാൻസ്മിറ്റർ ആൻഡ് ട്രാൻസ്മിറ്റർ ആൻഡ് സിഗ്നൽ ടു ദി റിസീവർ സ്റ്റേഷനിലേക്ക് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ വരുന്നതാണ് LNA അഥവാ ലോ നോയ്സ് ആംപ്ലിഫയർ. കണ്ടോ, ലോ നോയ്സ് ആംപ്ലിഫയർ എന്താണ് ചെയ്യുന്നത്? The very first active stage that amplify the extremely weak signals collected by the antenna. അത് ഫസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ആണ്. ഫസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ആണ്. എന്ത് ചെയ്യുന്നു? ആ സിഗ്നൽ എന്ത് ചെയ്യുന്നു? ആംപ്ലിഫൈ ചെയ്യുന്നു അല്ലെ. ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പൊ സിഗ്നൽ ഇതാ ആംപ്ലിഫൈ ചെയ്തിട്ട് LNA. The low noise is critical here to boost the signal strength without introducing background static or distortion, keeping the signal clear. And coming to LNB, the low noise block down converter. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് all in one hardware block ആണ്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ബ്ലോക്ക് ദാറ്റ് കണ്ടെയ്ൻസ് എ ഫീഡ് ഹോൺ LNA ആൻഡ് എ ഡൗൺ കൺവേർട്ടർ. അപ്പൊ ഇതില് ഈ LNB യിലുള്ളത് എന്തൊക്കെയാണ്? ഫീഡ് ഹോൺ, LNA ആൻഡ് എ ഡൗൺ കൺവേർട്ടർ ഇൻ LNB അല്ലെ, ലോ നോയ്സ് ബ്ലോക്ക് ഡൗൺ കൺവേർട്ടർ. ഇതിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, സിൻസ് ഒറിജിനൽ സാറ്റലൈറ്റ് സിഗ്നൽസ് ആർ എക്സ്ട്രീംലി ഹൈ ഫ്രീക്വൻസീസ്, they cannot travel through the ordinary household coaxial cable without any heavy signal. The LNB amplify the signal down, convert it to a lower intermediate frequency, so it can easily travel indoors. So this is the operation of LNB. FEC പറയുമ്പോൾ ഫോർവേഡ് എറർ കറക്ഷൻ ആണ്. ഈ ഒരു പിക്ചർ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ട്രാൻസ്മിറ്റർ, അപ്പൊ ഇന്റർഫറൻസ് വരികയാണ് ഈ 10011, അപ്പൊ അത് ഫോൾസ് സിഗ്നൽ, അതായത് എന്താണ്? വിത്തൗട്ട് FEC ആണെങ്കിൽ, ഫോർവേഡ് എറർ കറക്ഷൻ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും സിഗ്നൽ കിട്ടുക. ഫോൾസ് സിഗ്നൽ റിസീവ്ഡ് ആവും. എന്നാൽ FEC ഉണ്ടെങ്കിൽ സിഗ്നൽസ് എന്താണ്? ആ സിഗ്നൽസിനെ, അതായത് ഇപ്പോൾ 0 ഉണ്ടെങ്കിൽ അത് 1 ആക്കി മാറ്റുന്നു അല്ലെ, 1 ആക്കി മാറ്റുന്നു. 1 ഇവിടെ 1 ആണെങ്കിൽ 0 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ 1 0 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. 0 1 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഫോർവേഡ് എറർ കറക്ഷൻ എന്ന് പറയുന്നത്. ആ ഫോൾസ് സിഗ്നൽ റിസീവ് ആകുന്നില്ല, റൈറ്റ് സിഗ്നൽ ആണ് റിസീവ് ആകുന്നത്. നെക്സ്റ്റ് ഡിജിറ്റൽ സാറ്റലൈറ്റ് റിസീവർ ആണ്. ആ ഡിജിറ്റൽ സാറ്റലൈറ്റ് റിസീവർ എന്ന് പറയുമ്പോൾ എന്താ? ഡീകോഡ് ചെയ്യുന്നു. ഹൈ ഫ്രീക്വൻസി മൈക്രോവേവ് സിഗ്നൽസിനെ ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റൽ സാറ്റലൈറ്റ് റിസീവേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതില് നമുക്ക് കമ്പാരിസൺ ആണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. അതായത് കമ്മിങ് ടു ദ CCTV, MATV ആൻഡ് CATV. അതായത് എന്താണ് CCTVയുടെ ഫുൾ ഫോം എന്താണ്? നമുക്കറിയാം, ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോ ഒട്ടുമിക്ക വീടുകളിലും ഉള്ളതാണ്. CCTV ക്ലോസ് സർക്യൂട്ട് ടെലിവിഷൻ ആണ്. MATV മാസ്റ്റർ ആന്റിന ടെലിവിഷൻ ആണ്. CATV കമ്മ്യൂണിറ്റി ആന്റിന ടെലിവിഷൻ ആണ്. ക്ലോസ് സർക്യൂട്ട് ടെലിവിഷന്റെ പ്രൈമറി വീഡിയോ സർവൈലൻസ് ആൻഡ് സെക്യൂരിറ്റി ആണ്. നമുക്കറിയാലോ CCTV. അത് നമ്മൾ ഹോം, ഓഫീസസ്, ബാങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. വൺ വേ ആണ്, പോയിന്റ് ടു പോയിന്റ് ഫ്രം ക്യാമറ ടു ദ റെക്കോർഡർ ടു ദ മോണിറ്റർ. അങ്ങനെയാണ് സിഗ്നൽ ഫ്ലോ നടക്കുന്നത്. മാസ്റ്റർ ആന്റിന ടെലിവിഷൻ സെൻട്രലൈസ് റിസപ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബ്രോഡ്കാസ്റ്റ്, അതായത് നമ്മൾ ഹോട്ടൽസിലും ഹോസ്പിറ്റൽസിലൊക്കെ MATV ആണ് MATV ആണ് യൂസ് ചെയ്യുന്നത്, MATV ആണ് യൂസ് ചെയ്യുന്നത്. വൺ ടു മെനി ആണ്. അപ്പൊ വൺ വേ ആണ് CCTV, വൺ ടു മെനി ആണ് MATV, ആൻഡ് CATV എന്ന് പറയുന്നത് 2 way ആണ്. കമ്മ്യൂണിറ്റി ആൻഡ് ടെലിവിഷൻ, നെയ്ബർഹുഡ്, ടൗൺ, സിറ്റീസിലൊക്കെ നമ്മൾ CATV ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് CATV എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ദ CCTV, MATV ആൻഡ് CATV. ആൻഡ്
കമ്മിങ് ടു ദ വീഡിയോ റെക്കോർഡിംഗ്, ബേസിക്കലി അത് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം വീഡിയോ സിഗ്നൽസ് അല്ലെങ്കിൽ ഓഡിയോ സിഗ്നൽസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോമാറ്റ് അനലോഗ് ടൈപ്പ് ഫോമാറ്റ് ഉണ്ട്, ഒപ്റ്റിക്കൽ ഡിസ്ക് ഫോമാറ്റ് ഉണ്ട്, ഡിജിറ്റൽ ഫോമാറ്റ് ഉണ്ട്. അപ്പൊ അനലോഗ് ടൈപ്പ് ഫോമാറ്റ് എന്ന് പറയുമ്പോൾ വീഡിയോ ഹോം സിസ്റ്റം അല്ലെങ്കിൽ യുമാറ്റിക് ഒക്കെയാണ് വരുന്നത്. ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറയുമ്പോൾ VCD DVD ആണ് വരുന്നത്. ഡിജിറ്റൽ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ MPEG, അതായത് മൂവിംഗ് പിക്ചേഴ്സ് എക്സ്പേർട്ട് ഗ്രൂപ്പ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നും എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. യുമാറ്റിക് എന്ന് പറയുന്നത് 1971 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് വൈഡ്ലി യൂസ് കൊമേഴ്സ്യൽ കാസറ്റ് ഫോർമാറ്റ് ആയിരുന്നു. അപ്പൊ പ്രൈമറി ബിൽ ഫോർ ബ്രോഡ്കാസ്റ്റ് ടെലിവിഷന് വേണ്ടിയിട്ടൊക്കെയാണ് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. VHS എന്ന് പറയുമ്പോൾ വീഡിയോ ഹോം സിസ്റ്റം ആണ്. അത് JVC ഇൻട്രൊഡ്യൂസ് ചെയ്തു 1976 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. VHS നമുക്കുള്ളത് ശരിക്കും MPEG ആണ്. ഇപ്പൊ VCD DVD ഫുൾ ഫോം ആണ് ചോദിക്കാറ്. വീഡിയോ കോമ്പാക്ട് ഡിസ്ക്, അതുപോലെ തന്നെ DVD എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ഉണ്ട്, ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നും പറയാറുണ്ട് കേട്ടോ. ഡിജിറ്റൽ വീഡിയോ ഡിസ്കും ഉണ്ട്, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്കും ഉണ്ട്. ഓക്കെ, ഇനി ഈ MPEG അതായത് മൂവിംഗ് പിക്ചർ എക്സ്പേർട്ട് ഗ്രൂപ്പ്, ഇതെപ്പോഴും ചോദിക്കാറുണ്ട്. അതിൽ MPEG 1 എന്ന് പറയുന്നത് CD-ROM വേണ്ടി ഡിസൈൻ ചെയ്തു. MPEG 2 എന്ന് പറയുന്നത് DVD ഡിസൈൻ ചെയ്തു. MPEG 4 എന്ന് പറയുന്നത് ഹൈലി എഫിഷ്യന്റ് ആണ്. ഇന്റർനെറ്റ് സ്ട്രീമിനും മൊബൈൽ ഡിവൈസസിനാണ് MPEG 4 യൂസ് ചെയ്യുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പറഞ്ഞാൽ നമുക്കത് ആവശ്യമില്ല. എന്താണ്, അൺലൈക്ക് മെക്കാനിക്കൽ വേവ്സ്, അതായത് സൗണ്ട് വേവ്സിനെ പോലെ വേവ്സ് ഡു നോട്ട് നീഡ് എ ഫിസിക്കൽ മീഡിയം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഒരു ഫിസിക്കൽ മീഡിയം ആവശ്യമില്ല ട്രാവൽ ചെയ്യാൻ. വാക്യൂം ഓഫ് സ്പേസിലൂടെ ട്രാവൽ ചെയ്യുന്നു. അതിൽ നമുക്കറിയാം ഏറ്റവും സ്പീഡ് ഓഫ് ദ ലൈറ്റ് എപ്പോഴും ചോദിക്കാറുള്ളത് 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ്, അപ്രോക്സിമേറ്റ്ലി ഇത്രയാണ് അതിന്റെ km/s വരുന്നത് അല്ലെ. ട്രാൻസ്വേഴ്സ് വേവ്സ് ബോത്ത് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലുണ്ട്. വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി അല്ലെ. Then coming to the wave formula, C is equal to lambda f. അറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് C, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്, F എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ് അല്ലെ. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫ്രീക്വൻസി ആൻഡ് എനർജി is equal to H into F is the energy. H is the Planck's constant, which is equal to 6.626 into 10⁻⁻³ ആണ് അല്ലെ. ഇനി EM waves നമ്മൾ പറഞ്ഞു. ആ EM waves ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. സോ ദിസ് ഈസ് റേഡിയോ ആക്റ്റീവ് സോഴ്സസ്, മെഡിക്കൽ എക്സ്റേസ്, ഗാമ റേസ്, എക്സ്റേസ്, അൾട്രാ വയലറ്റ് അല്ലെ. അതിൽ നമുക്ക് ഇത്രയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വേവ് ലെങ്ത്. ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, ദെൻ റേഡിയോ വേവ്സ്. ഇത്രയാണ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് കാണാൻ വിസിബിൾ അല്ലാത്ത കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇതിൽ ഓരോന്നിന്റെയും നമുക്ക് നോക്കാം. റേഡിയോ വേവ്സ് എന്ന് പറയുമ്പോൾ വളരെ ഫ്രീക്വൻസി കുറവാണ്. നമ്മൾ ആ പിക്ചറിൽ കണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഫ്രീക്വൻസി കുറവും വേവ് ലെങ്ത് ലോങ്സ്റ്റ് വേവ് ലെങ്ത്തും ആണ്. അത് FM-ലും AM-ലും ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. മൈക്രോവേവ് എന്ന് പറയുമ്പോൾ മൈക്രോവേവ് ഓവൻസിൽ, GPS-ലും റഡാറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ എന്താണ്, തെർമൽ ഇമേജിംഗ് യൂസ് ചെയ്യുന്നത്. വിസിബിൾ ലൈറ്റ് ആണ് നമുക്ക് ഹ്യൂമൻ ഐയിൽ കാണാൻ പറ്റുന്ന ഒരൊറ്റ പാർട്ട് വിസിബിൾ ലൈറ്റ് ആണ്, സ്പാനിങ് ഫ്രം 400 to 700 നാനോമീറ്റർ. അൾട്രാ വയലറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല, ഫോർജറീസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എക്സ്റേസ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഇമേജിംഗ്, സെക്യൂരിറ്റി സ്കാനേഴ്സിൽ യൂസ് ചെയ്യുന്നു. ഗാമ റേസ് എന്ന് പറയുമ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിലും ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ നമ്മൾ ഗാമയാണ് യൂസ് ചെയ്യുന്നത്. ഇനി മോഡുലേഷനിലേക്ക് വരികയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ. പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിന്റെ കീ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിൽ സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ട് ആണ്. പക്ഷെ അതിന് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് അറിയാം, നോയ്സ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡിനെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ സസെപ്റ്റബിൾ ടു നോയ്സ് ആണ്. ഇനി FM എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഷിഫ്റ്റ്, ഇവിടെ നോയ്സ് അത്ര എഫക്ട് ചെയ്യുന്നത് കുറവാണ് അല്ലെ. ഹൈ ഇമ്മ്യൂണിറ്റി ടു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആൻഡ് സ്റ്റാറ്റിക്. ഫേസ് മോഡുലേഷൻ വെരി റെസിസ്റ്റന്റ് ടു കറപ്ഷൻ, ഇന്ററപ്റ്റ്, ഹൈലി സ്റ്റേബിൾ ഫോർ ദ ഡേറ്റ ട്രാൻസ്മിഷൻ. പിന്നെ അതിന്റെ ഡിമോഡുലേഷൻ, അതുപോലെ തന്നെ AM ഡിമോഡുലേഷൻ, സിമ്പിൾ ഡയോഡ് RC ഫിൽറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. PLL അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റർ ആണ് FM ഡിമോഡുലേഷനിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഡിറ്റക്ഷൻ മെത്തേഡിൽ എൻവലപ്പ് ഡിറ്റക്ഷൻ വരുന്നുണ്ട്, ഫ്രീക്വൻസി ഡിസ്ക്രിമിനേഷൻ, ഫേസ് ട്രാക്കിംഗ് വരുന്നുണ്ട്. നോയ്സ് AM-ല് നോയ്സ് നമുക്കറിയാം നോയ്സി ആണ്, പക്ഷെ ക്ലീൻ ആണ് FM ഡിമോഡുലേഷനിൽ, സിഗ്നൽ പ്രോസസ്സിംഗും. ഓക്കെ, ഇനി സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ, റേഡിയോ ആർക്കിടെക്ചർ ദാറ്റ് കൺവേർട്ട് ദ ഇൻകമിംഗ് ഹൈ ഫ്രീക്വൻസിനെ എന്താക്കി മാറ്റുന്നു, റേഡിയോ സിഗ്നൽസ് ഇൻടു ദ സിംഗിൾ ഫിക്സഡ് ലോവർ ഫ്രീക്വൻസി. Then this technique isolates the tuning from amplification and filtering, yielding exception, sensitivity and selectivity. അപ്പോൾ RF amplifier and tuning mixer, IF amplifier, demodulator, then audio amplifier. ഇതിന്റെ കോർ സ്റ്റേജസ് എന്ന് പറയുന്നത് RF amplifier ഉണ്ട്, മിക്സർ ഉണ്ട്, ലോക്കൽ ഓസിലേറ്റർ വരുന്നുണ്ട്.
ആൻഡ് IF ആംപ്ലിഫയർ, ഡീമോഡുലേറ്റർ, അതുപോലെ തന്നെ ഓഡിയോ ആംപ്ലിഫയർ. മോഡുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനലോഗ് മോഡുലേഷൻ ആണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും ഫേസും പറയുന്നത്. ഡിജിറ്റൽ മോഡുലേഷനിലാണ് ഈ ഷിഫ്റ്റ് കീയിങ് വരുന്നത്. അതിൽ നമുക്ക് ഓരോ ഷിഫ്റ്റ് കീയിങ് നോക്കുമ്പോൾ ASK, FSK, PSK നോക്കുമ്പോൾ അതിന്റെ എന്താണ് വേവ്സ് ഹൈറ്റ് ആംപ്ലിറ്റ്യൂഡ് ആണ് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്. ഫ്രീക്വൻസി ആണ്, ഫ്രീക്വൻസി അവിടെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഫേസ് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഫേസ് ഷിഫ്റ്റ് കീയിങ് എന്ന് പറയുന്നത്. ഇതിൽ നോയ്സ് ഇമിറ്റർ ആംപ്ലിറ്റ്യൂഡിൽ പുവർ ആയിരിക്കും. ബാക്കി ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ളത് ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിലാണ് ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ളത്. അപ്പോ പക്ഷേ അതുപോലെ തന്നെ അപ്പൊ നമുക്ക് അറിയാം ക്വാളിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് വെരി ലോ ഫോർ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീ, മോഡറേറ്റ് ഫോർ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീ ആൻഡ് ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിൽ ഹയർ പ്രിസിഷൻ ആണ്. ഓക്കെ, and this is the digital modulation technique ആണ്. ഇപ്പൊ carrier signal ആണ്. ആ carrier signal ASK and this is the FSK, ഫ്രീക്വൻസിയിൽ ഷിഫ്റ്റ് സംഭവിക്കുന്നു, ഫേസിൽ ഷിഫ്റ്റ് സംഭവിക്കുന്നു അല്ലെ. ഇനി അതുപോലെ തന്നെ QPSK, BFSK, MSK. QPSK എന്ന് പറയുമ്പോൾ ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീ, BFSK എന്ന് പറയുമ്പോൾ ബൈനറി ഫ്രീക്വൻസി ഷിഫ്റ്റ് കീ, MSK എന്ന് പറയുമ്പോൾ മിനിമം ഷിഫ്റ്റ് കീ. അതിന്റെ മോഡുലേഷൻ ടൈപ്പ് ലീനിയർ ആണ്, നോൺ ലീനിയർ ആണ്. ഇത് കണ്ടിന്യൂ ഫേസ് FSK ആണ്. Bits per sample 2 bits per sample 1 bits per symbol 1 bits per symbol. Bandwidth very high ആണ് QPSK ൽ, ഇത് low and moderate. Envelope property variable, constant. Then power efficiency, phase transition, side lobe level, ഇതെല്ലാം നമ്മൾ ഓരോ ടോപ്പിക്കിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നോയ്സ്. ഇന്റേണൽ നോയ്സും ഉണ്ട്, എക്സ്റ്റേണൽ നോയ്സും ഉണ്ട്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ തെർമൽ നോയ്സ്, ഷോർട്ട് നോയ്സ്, ഫ്ലിക്കർ നോയ്സ് ആണ് വരുന്നത്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ മാൻമെയ്ഡ്, സ്പേസ്, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് നോയ്സ് ആണ് വരുന്നത്. നമുക്ക് നോക്കാനുള്ളത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? It is a measurement used in science and engineering that compares the level of desired meaningful signal to the level of unwanted signals. How SNR works. The useful information you want to hear, see or transmit signal voice in a microphone. അപ്പൊ ഇതില് നമുക്ക് SNR സ്ട്രോങ് ആകുമ്പോൾ, അതായത് എ ഹയർ റേഷ്യോ മീൻസ് എ ക്ലീനർ മോർ റിലയബിൾ ഔട്ട്പുട്ട്. അതായത് ഹൈ SNR ആണെങ്കിൽ നമ്മുടെ സിഗ്നൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ലോ SNR ആണെങ്കിൽ സിഗ്നൽ വീക്ക് ആയിരിക്കും കേട്ടോ. ഹൈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, അപ്പൊ സിഗ്നൽ അവിടെ സ്ട്രോങ് ആയിരിക്കും. ലോ ആണെങ്കിൽ അത് വീക്ക് ആയിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി അപ്പൊ ലെസ് ദാൻ 10 dB ആണെങ്കിൽ വെരി പുവറും, 10 dB to 20 dB ഓഫ് പ്യുവർ ടു ആക്സസിബിൾ. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് 20 dB to 40 dB ആണ്. ഗ്രേറ്റർ ദാൻ 40 dB ആണെങ്കിൽ എക്സലന്റ് ആയിരിക്കും SNR റേഷ്യോ കേട്ടോ. ഇനി ആന്റിനാസ് എന്ന് പറയുമ്പോൾ ആന്റിനാസ് നമ്മൾ എന്താന്ന് പറഞ്ഞതാണ്. അതിന്റെ ക്ലാസിഫിക്കേഷൻ വയർ ആന്റിന, അപ്പേർച്ചർ, റിഫ്ലക്ടർ, അതുപോലെ തന്നെ മൈക്രോ സ്ട്രിപ്പ്, അറേ ആന്റിനാസ് ആണ് ഉള്ളത്. അതില് വയർ ആന്റിന പറയുമ്പോൾ സിമ്പിൾ വൈഡ്ലി യൂസ്ഡ് ആന്റിനാസ് ആണ് വരുന്നത്. ഡൈപോൾ ആന്റിന പറയുമ്പോൾ 2 കണ്ടക്ടിങ് എലമെന്റ്സ് ആണ് ഉള്ളത്. ഡൈപോൾ 2 കണ്ടക്ടിങ് എലമെന്റ്സ് ആണ് ഉള്ളത്. മോണോപോൾ എന്ന് പറയുമ്പോൾ സിംഗിൾ സ്ട്രേറ്റ് റോഡ് ആയിരിക്കും. ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു വയർ അല്ലെങ്കിൽ കോയിൽ അല്ലെങ്കിൽ ലൂപ്പ് ഉണ്ടായിരിക്കും, നമ്മൾ പഠിച്ചതാണ്. അടുത്തത് അപ്പേർച്ചർ ആന്റിനയാണ്. അപ്പേർച്ചർ ആന്റിന പറയുമ്പോൾ ഓപ്പണിംഗ് ആണ് ഈ അപ്പേർച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്രൂ വിച്ച് റേഡിയോ വേവ്സ് ആർ റേഡിയേറ്റഡ് ഓർ റിസീവ്ഡ്. Horn antenna flared like a megaphone to transmit high frequency microwave signal. Slot antenna consisting of one or more slot cut into the metal surface. Reflector antenna എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പൊ അപ്പേർച്ചറിലെ ഹോൺ ആന്റിന ഉണ്ട്, സ്ലോട്ട് ആന്റിന ഉണ്ട്. റിഫ്ലക്ടർ ആന്റിനയാണ് ഏത് വരുന്നത്? പാരാബോളിക് ആന്റിന വരുന്നത്. ഇനി ഇതിൽ എപ്പോഴും ചോദിക്കുന്നത് യാഗി ആന്റിനെ കുറിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് യൂട്ടിലൈസസ് വൺ ഡ്രൈവൻ എലിമെന്റ് അലോങ് സൈഡ് മൾട്ടിപ്പിൾ പാസീവ് റിഫ്ലക്ടേഴ്സ്. ഇതിന്റെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു ആന്റിനത്തിന്റെ ബ്രോഡ് സൈഡ് അറേ, എൻഡ് ഫയർ അറേ, കൺസെപ്ച്വൽ ഡയഗ്രാം ഓഫ് മാക്സിമം റേഡിയേഷൻ. ഇറ്റ്സ് പെർപെൻഡിക്കുലർ ടു ദ അറേ ആക്സിസ്. എൻഡ് ഫയർ അറേയിൽ എങ്ങനെയാണ് വരുന്നത്? അലോങ് ദ അറേ ആക്സിസ് ആണ്. റേഡിയേഷൻ പാറ്റേൺ ടൈം എന്നുകൊണ്ട് ബൈ ഡയറക്ഷൻ ആണ് ബ്രോഡ് സൈഡ് അറേയിൽ, യൂണിഡയറക്ഷൻ ആണ് എൻഡ് ഫയർ അറേയിൽ വരുന്നത്. ഫേസ് ഡിഫറൻസ് is 0 for broadside array and minus beta d for end fire array. Element spacing commonly λ/2, പക്ഷെ ഇതിൽ λ/4 അല്ലെങ്കിൽ 3 λ/4 ആണ് വരുന്നത്. ഇനി മെയിൻ ബീം എന്ന് പറയുന്നത് ബ്രോഡ് ഫാൻ ഷേപ്പ് ഉണ്ട്, ഇത് ഇവിടെ പെൻസിൽ ബീം ആണ്. സോ ദിസ് ഇസ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ബ്രോഡ് സൈഡ് ആൻഡ് എൻഡ് ഫയർ ആന്റിനാസ് അറേസ് ആണ്. അപ്പൊ നമ്മൾ ടെലിവിഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ ടപ്പ് ചെയ്ത് നോക്കാൻ മാക്സിമം എല്ലാ ടോപ്പിക്കുകളും വേഗം പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോയി എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ടോപ്പിക്കിനെ കുറിച്ചും വീണ്ടും ഞാൻ പറയാണ്, ഓരോ ടോപ്പിക്കിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനൽ, നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക്
അപ്പോൾ നമുക്ക് ആവശ്യം എക്സാമിന് മുന്നേ വേഗം ഒന്ന് മറിച്ചു നോക്കാൻ വേണ്ടിയിട്ടുള്ള മൊഡ്യൂൾ ഹൈലൈറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഇടുന്നത്. അപ്പോൾ എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ യുവർ ടൈം. ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മൊഡ്യൂൾ ഹൈലൈറ്റ്സ് മാത്രമല്ല, ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം, സീരീസ്, മാരത്തോൺ, MCQs എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.